എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം. ആത്മീയയാത്രയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് വിഷയം ഒരു സുഹൃത്ത് ചോദിച്ചിട്ടുള്ള ചോദ്യത്തിനെ ആസ്പദമാക്കിയിട്ടുള്ളതാണ്. വളരെ നല്ല ഒരു ചോദ്യമാണ്. ഏതൊരു സാധാരണക്കാരനും ചോദിക്കേണ്ട ചോദ്യം തന്നെയാണ്. നമ്മൾ ചോദിക്കുന്ന മിക്ക ചോദ്യങ്ങളും നമ്മൾ മനസ്സിലാക്കുന്നത് മനസ്സിൻ്റെ തലത്തിൽ നിന്നാണ് ഏതൊരു മനുഷ്യനും ചോദിക്കുക. ആത്മാവിൻ്റെ തലത്തിലെത്തുമ്പോൾ നമ്മളെ ചോദ്യങ്ങളെല്ലാം അസ്തമിക്കും. അപ്പം ചോദ്യങ്ങൾ ഉയരുന്നത് മനസ്സിൽ നിന്നാണ്, ബുദ്ധിയിൽ നിന്നാണ്, യുക്തിയിൽ നിന്നാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പം യുക്തിക്ക് അതീതമായി നിൽക്കുന്ന ഒന്നാണ് ആത്മാവ്. അപ്പൊ ചോദ്യം എപ്പോഴും നമ്മൾ യുക്തിക്ക് മനസ്സിലാവുന്ന രീതിയിലോ അല്ലെങ്കിൽ ബുദ്ധിക്ക് മനസ്സിലാവുന്ന രീതിയിലോ ആയിരിക്കില്ല നമ്മളിപ്പോൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ. ആത്മീയതയെക്കുറിച്ച് അല്ലെങ്കിൽ ആത്മാവിനെ കുറിച്ചുള്ള പല നമ്മുടെ സംശയങ്ങൾക്കും ഉള്ള ഉത്തരം നമുക്ക് നമ്മുടെ ബുദ്ധിക്കോ അല്ലെങ്കിൽ മനസ്സിനോ മനസ്സിലാകുന്ന രീതിയിലല്ല. അതുകൊണ്ടാണ് നമുക്ക് ആത്മാവിനെ അനുഭവിക്കാൻ അല്ല അറിയാൻ മനസ്സുകൊണ്ട് സാധിക്കില്ല എന്ന് പറയാൻ കാരണം. അപ്പം നമുക്ക് ആ ചോദ്യത്തിലേക്ക് കിടക്കാം. നാം ശരീരമല്ല ആത്മാവാണ് എന്ന് പറയുന്നു. അദ്ദേഹത്തിന്റെ ചോദ്യം ഇതാണ്: നാം ശരീരമല്ല ആത്മാവാണ് എന്ന് പറയുന്നു. ഈ ആത്മാവ് എപ്പോഴാണ് നമ്മളിൽ പ്രവേശിക്കുന്നത്? അതായത് നമ്മൾ മനസ്സിലാക്കി വെച്ചിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ നിന്ന് വരുന്ന ചോദ്യമാണത്. നാം ശരീരത്തിലേക്ക് ആത്മാവ് എപ്പോഴാണ് പ്രവേശിക്കുന്നത്? അതായത് ശരീരത്തിലേക്ക് ആത്മാവ് പ്രവേശിക്കുകയാണ് എന്നാണ് അദ്ദേഹം മനസ്സിലാക്കി വെച്ചിട്ടുള്ളത്. ഗർഭസ്ഥരായിരിക്കുമ്പോഴാണോ, അതോ ഇത് എവിടെ നിന്ന് വരുന്നു, ഇല്ലെങ്കിൽ അത് എവിടേക്ക് പോകുന്നു? ഇതാണ് ചോദ്യം. അതായത് ആത്മാവിന് ചലനമില്ല, ചലിക്കുന്നതെല്ലാം മനസ്സാണ് എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. അഖണ്ഡ നിശ്ചല നിസ്സംഗമായി നിൽക്കുന്ന ബോധത്തെയാണ് നമ്മൾ ആത്മാവ് എന്ന് വിളിക്കുന്നത്. ഇടതിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ആത്മാവിന് ചലിക്കാൻ സാധിക്കില്ല. ചലനം അതിലൊന്ന് പറയാൻ പോലും സാധിക്കുന്ന ഒന്നല്ല ചലനം, സ്പന്ദനം ഒന്നും. അപ്പോ ചലിക്കുന്ന മനസ്സിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ചോദിക്കുന്നത്, നമ്മുടെ ശരീരത്തിലേക്ക് എപ്പോഴാണ് ആത്മാവ് പ്രവേശിക്കുന്നത്? അത് എവിടെ നിന്നാണ് വരുന്നത്? എവിടേക്ക് പോകുന്നു? ആത്മാവിന് എങ്ങോട്ടും പോവാനുമില്ല, എങ്ങോട്ടും വരാനുമില്ല. അത് പോകുന്നതും വരുന്നതെല്ലാം മനസ്സാണ്. അല്ലെങ്കിൽ അസത്യമായ ഒന്ന് മാത്രമേ, ജഡവസ്തുവിന് വരെ മാത്രമേ വരാനും പോകാനും സാധിക്കുള്ളൂ. ആത്മാവിന് അഖണ്ഡ നിശ്ചല നിസ്സംഗമായി നിൽക്കുന്ന ആത്മാവിനെ സംബന്ധിച്ചിടത്തോളം അതിന് വരാനും കഴിയില്ല, പോവാനും കഴിയില്ല. അത് ജനിക്കുന്നുമില്ല, മരിക്കുന്നുമില്ല. അതിന് മൃത്യുവില്ല, അമൃത്യുവുമില്ല. നിശ്ചലമാണത്. അത് സ്വയം ഉണ്മയാണ്, സ്വയം പ്രകാശിക്കുന്നതാണ്. ഞാൻ അറിയുന്നു എന്ന് പറയുന്ന അനുഭവം അതുതന്നെയാണ് ആത്മാവ്. ഇനി നമ്മൾ നോക്കുക, ഒരു ഉദാഹരണത്തോട് നോക്കിക്കഴിഞ്ഞാൽ, നമ്മൾ സമുദ്രത്തിലേക്ക്, നമ്മളെല്ലാവരും കണ്ടൊരു സമുദ്രം കാണാറുണ്ടല്ലോ. ഈ സമുദ്രത്തിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിൽ നുരയും പതയും ഒക്കെ ഉണ്ടോ? ഈ നുരയും പതയും സമുദ്രത്തിൽ ആണ് ഉണ്ടാവുന്നത്. അല്ലാതെ പതയിൽ നുരയിലല്ല സമുദ്രം നിലനിൽക്കുന്നത്. പതയും നുരയും എല്ലാം സമുദ്രത്തിന്റെ ഭാഗമാണ്. എല്ലാം സമുദ്രത്തിനെ ആശ്രയിച്ച് നിൽക്കുന്ന ഒന്നാണ് നുരയും പതയും. അതിൽ ഓളങ്ങൾ പോലും, തിരമാലകൾ. അപ്പോ നമ്മൾ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ, ഈ സമുദ്രത്തിനെ അപേക്ഷിച്ച് നിൽക്കുന്ന, അല്ലെങ്കിൽ സമുദ്രത്തിന്റെ നിലനിൽപ്പിനെ മാത്രം ആശ്രയിച്ച് നിൽക്കുന്ന ഒന്നാണ് ഈ നുരയും പതയും തിരമാലയെല്ലാം. അതേപോലെ തന്നെ ആത്മാവിനെ ആശ്രയിച്ചാണ് ഈ ജഗത്തും പ്രപഞ്ചവും ശരാചരങ്ങളും
മനുഷ്യനും ജീവജാലങ്ങളെല്ലാം നിലനിൽക്കുന്നത്. നിലനിൽക്കുക എന്ന് പറഞ്ഞാൽ അതെല്ലാം ആപേക്ഷികമാണ്. ആത്മാവിനെ സംബന്ധിച്ചിടത്തോളം അതിൽ വെറും ഉണ്ടായി നിലനിന്ന് മറയുന്നത് പോലെ തോന്നുന്ന സങ്കല്പം മാത്രമാണ് നമ്മൾ പറയുന്ന ഈ പ്രപഞ്ചം. അതിൽ ഒരു ജീവനാണ്, അല്ലെങ്കിൽ ഓരോ ജീവനാണ് മനുഷ്യൻ. ആ മനുഷ്യൻ നിലനിൽക്കുന്നത് ആത്മാവിലാണ്. അതായത് ആത്മാവ് എന്ന സ്ക്രീനിലാണ് ഈ പ്രപഞ്ചം നിലനിൽക്കുന്നത്. ആ പ്രപഞ്ചത്തിലെ ഒരു ജീവനാണ് മനുഷ്യൻ. ആ മനുഷ്യനിലാണ് നമ്മൾ പറയുന്നത് ഈ ആത്മാവ് എപ്പോഴാണ് പ്രവേശിക്കുന്നത്. അണ്ടകടാഹം മുഴുവനും നിലനിൽക്കുന്ന പ്രപഞ്ചം, ആ പ്രപഞ്ചം അല്ലെങ്കിൽ പ്രപഞ്ചം, അണ്ടകടാഹം എന്ന് പറഞ്ഞ പ്രപഞ്ചം തന്നെ, ആ പ്രപഞ്ചം നിലനിൽക്കുന്നത് ആത്മാവിലാണ്. ആ ആത്മാവാണ് നമ്മുടെ ശരീരത്തിലേക്ക് എപ്പോഴാണ് നമ്മൾ പ്രവേശിക്കുന്നതെന്ന് ചോദിക്കുന്നത്. അപ്പം നമ്മൾ പറയുന്ന ഈ ജീവനെയാണ് സാധാരണഗതിയിൽ ആളുകൾ ജീവാത്മാവ് എന്ന് പറയുന്നത്. ജീവൻ ഒരു ആത്മാവല്ല. ജീവനും ആത്മാവും രണ്ടും തന്നെയാണ്. ജീവൻ അസത്യവും ജഡവുമാണ്, എന്നാൽ ആത്മാവ് ഉണ്മയും സത്യവുമാണ്. അത് അമൃതാണ്, അല്ലെങ്കിൽ മൃത്യുവില്ലാത്തതാണ്, ജനിക്കാത്തതും മരിക്കാത്തതുമാണ്, അനിത്യമാണ്. ആത്മാവ് നിത്യവും ജഡം അനിത്യവുമാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാല്, നമ്മൾ വേറൊരു ഉദാഹരണത്തിലൂടെ എക്സാമ്പിളിലൂടെ നമുക്ക് പറയാം. അതായത് ഇപ്പം നമ്മൾ ഉദാഹരണമായിട്ട് ഇന്ത്യയിൽ നിന്ന് നമ്മൾ അമേരിക്കയിലേക്ക് പോവുകയാണെന്നിരിക്കാം. അപ്പം ഇന്ത്യയിലുള്ള നമ്മുടെ ബോധം അമേരിക്കയിലെത്തി നമ്മൾ അവിടെ ഫ്ലൈറ്റ് ഇറങ്ങി അവിടെ ഇറങ്ങിയാൽ നമ്മുടെ ബോധത്തിൽ മാറ്റം ഉണ്ടാവുമോ? അമേരിക്കയിലൊരു ബോധവും എനിക്ക് ഇന്ത്യയിലുണ്ടായിരുന്ന ബോധവും രണ്ടും രണ്ടായിരിക്കുമോ? ഒരിക്കലും ഉണ്ടാവില്ല. ഒരേ ബോധം ഇന്ത്യയിൽ എങ്ങനെ ഉണ്ടായിരുന്ന ബോധമാണ് ഉണ്ടായിരുന്നത്, അതേ ബോധം തന്നെയാണ് എനിക്ക് അമേരിക്കയിലും ഉണ്ടാവുക. മാറ്റങ്ങളില്ല. പക്ഷെ എൻ്റെ ചിന്തയിലൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവാം. ഇന്ത്യയിലുണ്ടായിരുന്ന കാഴ്ചകളും രീതികളും ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്ന എൻ്റെ മനസ്സിൻ്റെ ചിന്തകളിലും ചിന്താരീതിയിൽ അമേരിക്കയിലെത്തുമ്പോൾ എനിക്ക് ആ രാജ്യം കാണുമ്പോൾ ഉണ്ടാകുന്ന മാനസികമായ മാറ്റങ്ങൾ ഒരുപാട് ഉണ്ടാവാം. പക്ഷേ ഇതിനെല്ലാം സാക്ഷിയായി നിൽക്കുന്ന ബോധത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു മാറ്റങ്ങളും ഉണ്ടാവില്ല. ഇന്ത്യയിൽ ഏത് രീതിയിലാണോ എൻ്റെ ബോധം ഉണ്ടായിരുന്നത് അതേ രീതിയിൽ തന്നെയാണ് എനിക്ക് അമേരിക്കയിൽ. ഇതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലാക്കാം, ബോധം എല്ലായിടത്തും സെയിം, ഏകദേശം എല്ലായ്പ്പോഴും ഒന്നാണ്. ചലനങ്ങളില്ല, നിശ്ചലമാണ്, മാറ്റങ്ങളില്ല. മാറ്റങ്ങളുള്ളതെല്ലാം മനസ്സിനാണ്. അപ്പം നമ്മൾ ഇത് പറയാൻ കാരണം, നമ്മളെ ബോധത്തിന് എല്ലാ മാറ്റങ്ങളുള്ളത് മനസ്സിനാണ്. മാറ്റങ്ങളുള്ളത് മനസ്സിനാണ്, ചലനങ്ങളുള്ളത് മനസ്സിലാണ്, സ്പന്ദനങ്ങളുള്ളത്. ചിന്തകളെല്ലാം ആഗ്രഹങ്ങളും എല്ലാം മനസ്സിലാണ് ഉണ്ടാകുന്നത്. ഇതിനെല്ലാം സാക്ഷിയായി നിൽക്കുന്ന ബോധത്തിന്, ആത്മാവ് തന്നെയാണ് ബോധം എന്ന് പറയുന്നത്. ശുദ്ധബോധത്തിനെയാണ് നമ്മൾ ആത്മാവ് എന്ന് പറയുന്നത്. അപ്പം ആ ശുദ്ധബോധത്തിന് എവിടെയും ഒരു മാറ്റവുമില്ല. പക്ഷെ ഈ ശുദ്ധബോധത്തെ എന്ന സ്ക്രീനിലാണ് ഈ എല്ലാ പ്രപഞ്ചവും ജീവനും ചരാചരങ്ങളെല്ലാം നിറഞ്ഞു നിൽക്കുന്നത്. പക്ഷെ അതിനൊരു ചേഞ്ചസും ഇല്ല. ഇതുപോലെ നമ്മളിപ്പോൾ ഒരു ഫിലിം കാണാൻ പോകുമ്പം ഒരു സ്ക്രീനിൽ ഇപ്പം ഇന്നിപ്പോൾ ഒരു ഫിലിം പ്രദർശിപ്പിക്കുകയാണെന്ന് വിചാരിക്കുക. ഇന്ന് പ്രദർശിപ്പിക്കുന്ന ഫിലിം ഇപ്പോൾ മമ്മൂട്ടിയുടെ ഒരു ഫിലിം ആണെങ്കിൽ അടുത്ത ആഴ്ച ആ ഫിലിം മാറി മോഹൻലാലിൻ്റെ ഫിലിം വരും. പക്ഷെ ആ സ്ക്രീനിൽ ഒരു മാറ്റവും ഉണ്ടാവില്ല. സെയിം സ്ക്രീനിൽ തന്നെയാണ് ഇത് പതിപ്പിക്കുന്നത്. അതേപോലെ തന്നെയാണ് ഈ പ്രപഞ്ചം എല്ലാം ഒറ്റ സ്ക്രീനിൽ തന്നെയാണ് എപ്പോഴും ഉണ്ടാവുന്നത്. ആ സ്ക്രീനിൽ ഉണ്ടാകുന്ന, അല്ലെങ്കിൽ അതിൽ വരുന്ന കഥാപാത്രങ്ങൾക്ക് മാത്രം മാറ്റമുള്ളൂ. മനുഷ്യൻ, അതായത് ചരാചരങ്ങൾക്കും ജീവനുകൾക്കും മാത്രമേ മാറ്റമുള്ളൂ. ആ സ്ക്രീന് എന്ന ആത്മാവിന് ഒരു മാറ്റം ഉണ്ടാവുന്നില്ല. അപ്പോൾ ആത്മാവ് വരുന്നുമില്ല, പോകുന്നുമില്ല. പോകുന്നതും വരുന്നതുമെല്ലാം സങ്കല്പമായി നിൽക്കുന്ന പ്രപഞ്ചവും അതിലെ നിൽക്കുന്ന ചരാചരങ്ങളും മാത്രമാണ്. ഇത് മനസ്സിലാക്കേണ്ടത്. ഇതാണ് ആ സുഹൃത്ത് ചോദ്യത്തിൻ്റെ ഉത്തരം. ഇനി നമ്മൾ കുറച്ചുകൂടി വ്യക്തമായി ഇതിനെ ഒന്നുകൂടി മനസ്സിലാക്കിയാൽ, ഇപ്പം നമ്മൾ സാധാരണഗതിയിൽ ഒരു കുഞ്ഞ് ജനിച്ച്
3 വയസ്സ് അല്ലെങ്കിൽ 2 വയസ്സ് വരെ, അല്ലെങ്കിൽ 3 വയസ്സ്, ഉദാഹരണം 3 വയസ്സെടുക്കുക. 3 വയസ്സ് വരെ കുഞ്ഞിന് അമ്മ മുലയൂട്ടി വളർത്തി. പക്ഷെ ആ കുഞ്ഞ് മുലയൂട്ടി വളർത്തിയതൊന്നും ആ കുഞ്ഞിന് ഓർമ്മ ഉണ്ടാവില്ല. അതിനുശേഷം ഒരു 4 വയസ്സോ 5 വയസ്സൊക്കെ ആകുമ്പോഴാണ് ആ കുഞ്ഞിന് കാര്യങ്ങൾ തിരിച്ചറിയുന്നുണ്ടാവുക. ഇത് അമ്മയാണ്, അച്ഛനാണ്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തിരിച്ചറിയുന്നുണ്ടാവും. അമ്മയെ അറിയാൻ പറ്റും, പക്ഷെ തിരിച്ചറിവ് എന്ന് പറയുന്നത് 3 വയസ്സിന് ശേഷമായിരിക്കും. അതിനു മുമ്പുള്ള കാര്യങ്ങളൊന്നും നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല. സാധാരണഗതിയിൽ മിക്ക കുഞ്ഞുങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവില്ല. അപ്പൊ തിരിച്ചറിവ് എന്ന് പറയുന്ന ആ തിരിച്ചറിവ് തന്നെയാണ് യഥാർത്ഥത്തിൽ നമ്മൾ പറയുന്ന ആത്മാവ് എന്ന് പറയുന്നത്. അത് നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുകയല്ല, ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ശരീരം അതിനെ സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ ആ അർത്ഥത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ബോധം എന്ന് പറയുന്നത് നമ്മുടെ ശരീരമായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ബുദ്ധിയുമായിട്ടോ നമ്മുടെ തലച്ചോറുമായിട്ടോ ഒരു ലിങ്ക് ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് ആ അർത്ഥത്തിൽ നമുക്ക് വേണേൽ പറയാം. അത് ഒരു 4 വയസ്സിന് ശേഷമാണ് സാധാരണഗതിയിൽ തിരിച്ചറിവ് വരുന്നത്. എന്നാലും അത് നമ്മുടെ ശരീരത്തിലാണ് നിലനിൽക്കുന്നത് എന്ന് പറയാൻ പറ്റില്ല. ഈ പ്രപഞ്ചം, അല്ലെങ്കിൽ ഈ പ്രപഞ്ചം മുഴുവനും ആ ആത്മാവിൽ നിൽക്കുമ്പം നമ്മുടെ ശരീരം മാത്രമാണ്, ശരീരത്തിൽ ആത്മാവ് നിൽക്കുന്നത് എന്ന് പറയുന്നത് ഒരു വിരോധാഭാസമായി പോകും. പക്ഷെ ശരീരത്തിൽ പലപ്പോഴും നമ്മൾ പറയും ആത്മാവിനൊരു സ്ഥാനമുണ്ട് എന്നൊക്കെ. രമണ മഹർഷിയെ പോലുള്ള ആളുകളൊക്കെ പറയുന്നത് കേൾക്കാം. ഹൃദയമാണ് ആത്മാവിന്റെ സ്ഥാനം എന്നൊക്കെ പറയും. പക്ഷെ അത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വ്യക്തിഗത മനസ്സിലല്ല ആത്മാവിന്റെ സ്ഥാനം, വിശ്വമനസ്സിലാണ് ആത്മാവിന്റെ സ്ഥാനം. വ്യക്തി ആയിട്ട് നിലനിൽക്കുമ്പോൾ ഒരിക്കലും ആത്മാവിനെ അനുഭവിക്കാനോ അറിയാനോ സാധിക്കില്ല. പക്ഷെ അത് അയാളുടെ മനസ്സ് വിശ്വമനസ്സായി പരിണമിക്കുമ്പോൾ മാത്രമേ അയാൾക്ക് ആത്മാനുഭവം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഏതൊരു മനുഷ്യനും അതായത് വ്യക്തിബോധം നശിക്കുമ്പോഴാണ് അയാൾക്ക് ആത്മാനുഭവം ഉണ്ടാവുന്നതർത്ഥം. ഞാനൊരു വ്യക്തിയാണ്, ഞാൻ ഇന്ന റഹീമാണെന്നോ ഗോപാലനാണെന്നോ അല്ലെങ്കിൽ സരളയാണെന്നോ മോഹിനിയാണെന്നോ അങ്ങനെയുള്ള ചിന്ത വരുമ്പം നമ്മൾ ആത്മാവിനെ അനുഭവിക്കാൻ പറ്റില്ല. അതേ സമയത്ത് നമുക്ക് ആ വ്യക്തി ബോധം നഷ്ടപ്പെടുമ്പം നമ്മൾ ഉദിക്കുന്നതാണ് യഥാർത്ഥ സത്യം. അപ്പോഴാണ് നമുക്ക് ആത്മാനുഭവം ഉണ്ടാവുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഇത്രയേ ഉള്ളൂ, നമ്മുടെ ശരീരത്തിലല്ല ആത്മാവ് നിലനിൽക്കുന്നത്, ആത്മാവിലാണ് ശരീരവും പ്രപഞ്ചവും നിലനിൽക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ മാത്രമേ ആത്മസത്യത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. കാരണം പ്രപഞ്ചവും ശരീരവും ജീവനും എല്ലാം ആപേക്ഷികവുമാണ്, അസത്യവുമാണ്, ജഡവുമാണ്, അത് അനിത്യവുമാണ്. അത് ഉണ്ടായി നിലനിന്ന് പറയുന്നത് പോലെയുള്ള ഒരു സങ്കല്പം മാത്രമാണ് ആത്മാവിൽ. ആത്മാവ് എന്ന സ്ക്രീനിൽ താൽക്കാലിക നേരത്തേക്ക്, അല്ലെങ്കിൽ ഒരു സമയം, ടൈം ആൻഡ് സ്പേസിൽ ഉണ്ടായി നിലനിന്ന് പറയുന്ന സങ്കല്പം മാത്രമാണ് എന്ന് മനസ്സിലാക്കുക. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുക, കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.